76 SSLC ബാച്ചിന്റെ സുവർണ ജൂബിലി സംഗമം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. വേങ്ങൂർ മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. 5 ഡിവിഷനുകളിലായി 189 പേരാണ് അന്നത്തെ ബാച്ചിലുണ്ടായിരുന്നത്. 1976 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളുടെ സംഗമം സുവർണോത്സവം എന്ന പേരിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത്. പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു. മുൻ MLA സാജു പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. അതായത് ആഞ്ഞു ചവിട്ടിയാൽ ഭൂമിക്ക് വേദനിക്കുമോ എന്ന് വിചാരിച്ച് വളരെ മൃദുവായി നടത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. മുദ്രാവാക്യത്തിൽ ഇങ്ങനെ പ്രാസഭംഗിയൊപ്പിച്ച് പലരും എഴുതിപ്പിടിക്കുകയുള്ളൂ. പിന്നെ നമ്മളെ സംബന്ധിച്ച് ആ 2 വശത്തും വരാന്തയുള്ള 4 കെട്ട് അല്ലെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഗൃഹാതുരത്വം ഉണക്കുന്ന സ്കൂൾ മന്ദിരം. അന്നൊക്കെ നമ്മള് കൊലക്കുടിയിലെ ഈ അകലപ്പുഴയിലെ വീടുകളിൽ ആ പരേഡങ്ങൾ പോയിരുന്ന വൃത്തിക്ക് ഊണുകഴിഞ്ഞു. ഇപ്പോഴത്തെ സൗകര്യം തന്നില്ലല്ലോ. മൺമറിഞ്ഞു പോയവർക്കായി അനുശോചനവും രേഖപ്പെടുത്തി. പുരസ്കാര വിതരണം, കലാപരിപാടികൾ, ഭാരവാഹി തെരഞ്ഞെടുപ്പ്, സ്നേഹവിരുന്ന് എന്നിവയും നടത്തി. 1976 ബാച്ചിന്റെ നേതൃത്വത്തിൽ റിട്ടയർമെന്റ് ഹോം പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പോളം ചെറിയാൻ, TI മത്തായി, KM എൽദോ, MB മാണി, KR മധുസൂദനൻ, PK പൗലോസ് എന്നിവർ അറിയിച്ചു. വേങ്ങൂർ മാർക്കോമ ഹൈസ്കൂളിലെ 1976 SSLC ബാച്ചിൻ്റെ 50ാം വാർഷികം ഇന്ന് നടത്തപ്പെടുകയാണ്. 1976 5 ബാച്ചുകളിലായി ABCDE ബാച്ചുകളിലായി 189 പേരാണ് അന്നുണ്ടായിരുന്നത്. അതിൽ 24 പേർ മരണപ്പെടുകയും ബാക്കി 165 പേർ ഇപ്പോൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ 165 പേരെയും മരിച്ച 24 പേരുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 2023 ഞങ്ങൾ ആദ്യത്തെ കൂട്ടായ്മ ഒത്തുകൂടൽ എന്ന പേരിൽ നടത്തപ്പെട്ടു. അതിൽ ഭൂരിഭാഗം ആളുകളെയും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതിനുശേഷം എല്ലാ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 2024 ജനുവരി മാസം വിപുലമായ രീതിയിൽ 2ാമത്തെ കുടുംബസംഗമം ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ വേങ്ങൂർ നക്ഷത്ര മണ്ഡപത്തിൽ വെച്ച് കൂടുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾക്ക് സാധിച്ച ഒരു വലിയ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഡയറക്ടറി ഉണ്ടാക്കാൻ സാധിച്ചു. ആ പരിപാടിയിൽ വെച്ച് അത് വിതരണം ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായവും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാന്ത്വനവും നൽകാൻ ഞങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സഹപാഠികളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടുകളിൽ പോയി അനുശോചനം രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പരിപാടികളിലെല്ലാം സംബന്ധിക്കാത്ത എല്ലാ വീടുകളിലും ഞങ്ങൾ സന്ദർശിച്ച് ഇന്ന് ഞങ്ങളുടെ 50ാം വാർഷികം വളരെ വിപുലമായ തോതിൽ ആഘോഷിക്കപ്പെടുകയാണ്. എല്ലാ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ നേരിട്ട് കണ്ട് ക്ഷണിക്കുകയും ഏതാണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ ചേർന്നിരിക്കുകയുമാണ്. ഇതിനിടയിൽ ഞങ്ങളുടെ സഹപാഠികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകിയിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം, ചികിത്സാ ധനസഹായം, അതുപോലെ തന്നെ വീട് ഇല്ലാത്തവർക്ക് വീട് പണിക്കുള്ള ധനസഹായം, അങ്ങനെ പല രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുവർണോത്സവത്തിനോടനുബന്ധിച്ച് വിപുലമായ കലാപരിപാടികളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലത്തെ പൊതുസമ്മേളനം നമ്മുടെ മുൻ MLAയും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ സാജു പോൾ MLA നിർവഹിക്കുന്നു. ഇനി ഭാവി പരിപാടികൾ ഞങ്ങൾ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ മാറിയിട്ട് താമസിക്കണമെന്നുള്ളവർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു റിട്ടയർമെൻറ്റ് ഹോം ഞങ്ങളുടെ സജീവമായ പരിഗണനയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, വേങ്ങൂർ.